Hello everyone, welcome back to my YouTube channel. In this video, we will be discuss about characteristics of derivatives. To understand the meaning and characteristics of derivative, let us take the examples of a commodities like wheat. There is a wheat farmer. He expected to sell his produce in 3 months' time. He is completely uncertain about the price of the wheat at the time of sales in future. അപ്പോൾ ഒരു വീറ്റ് ഫാമർ അയാൾ ഡിസൈഡ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ആഫ്റ്റർ 3 months വിൽക്കാമെന്ന്. ആഫ്റ്റർ 3 months കഴിഞ്ഞ് ഇയാൾ വിൽക്കാമെന്ന് പറയുമ്പോഴും 3 monthsന് ശേഷം ഇത് ലാഭത്തിന് വിൽക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നഷ്ടമായിരിക്കുമോ എന്നൊന്നും ഇയാൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. സോ സപ്പോസ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ വീറ്റ് ഈസ് ₹20. ആഫ്റ്റർ 3 months ഇറ്റ് മേ ബി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. If the price falls in the future, he may incur a loss. അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹20 per kilogram ആണ്. ദെൻ ആഫ്റ്റർ 3 months അത് 17 per kilogram ആയിട്ട് മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ₹3 per kilogram നഷ്ടമാണ് അല്ലേ? To avoid this risk, the farmer enter into an agreement with this buyer to sell his wheat after 3 months at a price of ₹20 per kilogram. അപ്പോൾ നിലവിലെ മാർക്കറ്റ് പ്രൈസിനേക്കാളും വീറ്റിന് പ്രൈസ് ഭാവിയിൽ കുറയുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ സെല്ലർ ഇങ്ങനൊരു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഇന്നത്തെ പ്രൈസിന് തന്നെ ആഫ്റ്റർ 3 months അയാൾക്ക് ഈ സാധനം വിൽക്കാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം കറണ്ട് മാർക്കറ്റ് പ്രൈസ് 20 ആണ്. സോ ആഫ്റ്റർ 3 months അതിന് ₹17 കുറഞ്ഞാലും ഈ സെല്ലർക്ക് അത് ₹20 തന്നെ വിൽക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സർട്ടൻ കേസസിൽ വീറ്റ് പ്രൈസസ് ഭാവിയിൽ ഇൻക്രീസും ചെയ്യാമല്ലേ? ഇപ്പം ₹20 ഉള്ളത് ₹25 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ സെല്ലർ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ₹20 മാത്രമേ ആഫ്റ്റർ 3 months ആ സാധനം വിൽക്കാൻ വേണ്ടി പറ്റും. സോ ₹25 വിൽക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിക്കില്ല. അത് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് തന്നെയാണ്. ₹5 അയാൾക്ക് അവിടെ ലോസ് ആണ്. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ ഉണ്ടാവുന്നൊരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം വീറ്റ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് കറണ്ട് പ്രൈസ് ഓഫ് വീറ്റിൽ നിന്നാണ്. സോ ഒരു അസറ്റിൽ നിന്നാണ് ആ വാല്യൂ ഡിറൈവ് ചെയ്ത് വന്നത്. സോ ഇവിടെ കറണ്ട് പ്രൈസ് ഓഫ് വീറ്റ് അല്ലെങ്കിൽ വീറ്റ് എന്ന് പറയുന്നത് ഈ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈൻ അസറ്റാണ്. ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അണ്ടർലൈൻ അസറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. നമുക്കറിയാം എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെയും വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അണ്ടർലൈൻ അസറ്റ്സിൻ്റെ വാല്യൂസിൽ നിന്നാണ്. അണ്ടർലൈൻ അസറ്റ്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ ഇക്വിറ്റി, ഫോറിൻ കറൻസി, ബോണ്ട്, കമ്മോഡിറ്റി തുടങ്ങിയവയാണ്. സോ നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. നെക്സ്റ്റ് ഫീച്ചർ പ്രീ ഡിഫൈൻഡ് പീരീഡ് ആണ്. എല്ലാ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിനും ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഫൈനിറ്റ് ലൈഫ് ഉണ്ടാവും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിക്സഡ് പീരീഡ് ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്പയർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിൾ പ്രകാരം പ്രീ ഡിഫൈൻഡ് പീരീഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ 3 months ആണ്. ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് കോൺട്രാക്ട് ഫുൾഫിൽമെൻ്റ് ആണ്. ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് 2 parties ആയിരിക്കും ഇൻവോൾവ്ഡ് ആവുന്നത്, ബയർ ആൻഡ് സെല്ലർ, ആൻഡ് കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നത് ഫ്യൂച്ചറിലായിരിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫറിങ് അസറ്റ്സ് ആണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ പ്രൈസ് റിസ്ക് ബൈ ലോക്കിംഗ് ഇൻ അസറ്റ്സ് പ്രൈസ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് മിനിമൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സംടൈംസ് ഇറ്റ് ഇസ് റിക്വയർ വെരി ലോ ഓർ അതർവൈസ് നോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ദേ ആർ നോട്ട് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ദെൻ ദി ലാസ്റ്റ് ഫീച്ചർ ഈസ് സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. Derivatives are mostly secondary market instruments, so derivatives are not useful in mobilizing fresh capital by the companies. അപ്പോൾ ഇത്രയുമാണ് ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈങ് അസറ്റ്, നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ, പ്രീ ഡിഫൈൻഡ് പീരീഡ്, കോൺട്രാക്ട് ഫുൾഫിൽമെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്, മിനിമൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്.